അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതില്. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ പ്രതികരണമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ബജറ്റിന് മുന്നോടിയായിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതി നിർത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഇതാരാണ് പടച്ചു വിടുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാത്തത് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് വിശദമായിട്ട് കേൾക്കുക. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതില്. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ആരാ വാർത്ത ചമയ്ക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ വരട്ടെ, അതിൽ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അതിനകത്ത് തീരുമാനം. ഞാൻ ചോദിക്കണത് എപ്പോഴാ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്? 10 കൊല്ലം ഉണ്ടായിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി തോറ്റു. ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. പോണ പോക്കിന് ഫെബ്രുവരിയിലാണ് നടപ്പാക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷന്റെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിന്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് അങ്ങ് കൊടുത്തേക്കണേ. ഇലക്ഷൻ സമയത്തെ അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ചെയ്തിട്ടുണ്ടോ? 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് 5 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലേ? 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിയില്ലല്ലോ. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കണതിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന് കിട്ടി. 2 മാസം പെൻഷൻ അവർക്ക് കിട്ടി. അവർ ആ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ അവസാനത്തെ പറ്റിക്കലേ. അപ്പൊ ഇതാണ് കാര്യം. കഴിഞ്ഞ സർക്കാർ നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങി. ഫെബ്രുവരിയിൽ നടപ്പിലാക്കി. ഇലക്ഷന് മുമ്പ് ഉള്ള മാസമായിട്ടുള്ള മാർച്ചിലും വിതരണം ചെയ്തു. അതായത് വോട്ട് ചെയ്തിട്ടുള്ള വിതരണത്തിൽ മാർച്ചിലും അത് വിതരണം ചെയ്തു. വോട്ട് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസത്തിലും പിണറായി സർക്കാരിന്റെ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അത് വിതരണം ചെയ്തില്ല. 5200 കോടി രൂപ ബജറ്റിൽ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും പിണറായി സർക്കാർ അത് വിതരണം ചെയ്തില്ല. 300 കോടി രൂപ മാത്രമായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാർ വിതരണം ചെയ്തില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്ന് നാളേക്ക് 1 മാസം തികയാണ്. അപ്പോഴാണ് ഈ കേരളയിലേക്ക് വന്നതുപോലെ തന്നെ സുരക്ഷാ പെൻഷൻ പദ്ധതി 2 മാസത്തെ മരവിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടിശ്ശികയാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത്. 1 മാസമേ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ 2500ലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 4.25 കൊല്ലം ഒന്നും ചെയ്യാതെ 4.25 കൊല്ലം ഒന്നും ചെയ്യാതെ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഈ 400 രൂപ വർദ്ധിപ്പിച്ച് 3 മാസം കൊടുത്ത് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സർക്കാരാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ വോട്ടിന് പണം എന്നുള്ള രീതിയിൽ നടപ്പിലാക്കി പിന്നീട് അത് നിർത്തിയതിനു ശേഷം അധികാരത്തിൽ വന്ന 1 മാസമായിട്ടും തികയാത്ത സർക്കാരിന്റെ മേലിൽ 2 മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇതിൽ നിന്നും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും പദ്ധതി തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ പ്രതീക്ഷയാണ്. അത് നടപ്പിലാക്കി തുടരണം എന്നുള്ളതാണ് നമ്മൾ താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. എന്തായാലും ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമോ തീരുമാനമോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അനർഹരായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട്. അതായത് അർഹർ എന്ന് പറയുന്നത് BPL വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ അല്ലാത്തവരും ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഒരു വിമർശനമുണ്ട്. അതുകൂടി പരിശോധിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക.